ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സീഡ് ഓഫ് ലൈഫ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ടറും അതേപോലെ എയറും പിന്നെ മോഡറേറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറും, അതിനാവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറൊക്കെയാണ് വേണ്ടത്, അല്ലാതെ സൺലൈറ്റ് ഒന്നും ആവശ്യമില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ അതിന് വരുന്ന പാർട്സുകളിലെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്. അതിൽ പ്ലുമിയോൾ എന്തായിട്ടാണ് മാറുന്നത്, അതേപോലെ റാഡിക്കിൾ എന്തായിട്ടാണ് മാറുന്നത്, പിന്നെ കോട്ടിലിഡൻ എന്താണ് ഈ സീഡിന് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് കാണുക. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ബാക്കിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത് ഇവിടെ ഒരു ചോദ്യമാണ്, പ്ലാന്റ്സ് മേക്ക് ദെയർ ഫുഡ് ഇൻ ദെയർ ലീവ്സ് ഡോണ്ട് ദേ. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഫോട്ടോസിന്തസിസിലൊക്കെ പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ഫുഡ് എവിടെ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്, പ്ലാന്റിൻ്റെ ഏത് ഭാഗത്ത് നിന്നാണ്, ലീഫിൽ വെച്ചിട്ടാണ് പ്ലാന്റ്സ് ഒക്കെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. The food for the plants until the seed germinates and grow a leaf is obtained from the cotyledon. അതായത് ഈ ഒരു ചെടി ലീഫ് വരണം, ലീഫ് വന്നതിന് ശേഷമാണ് അവരെന്ത് ചെയ്യുക, ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സൊക്കെ നടക്കുക. പക്ഷേങ്കിൽ ഒരു കുഞ്ഞിച്ചെടി ഒരു സീഡ് മുളച്ച് വരുന്ന ആ സമയത്ത് അതിനെന്തുണ്ടാവില്ല, ലീഫും കാര്യങ്ങളൊന്നും മെച്ചുവേർഡ് ആയിട്ടുണ്ടാവില്ല അല്ലേ. ആ ഒരു സമയത്ത് ആരാണ് ഈ പ്ലാന്റിന് അല്ലെങ്കിൽ ഈ ഒരു സീഡിന് ന്യൂട്രീഷനൊക്കെ നൽകുന്നത്, ആരാണ്, കോട്ടിൽഡനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതായത് ഒരു ചെറിയ ചെടി അതിൽ നിന്ന് ഇങ്ങനെ ചെറിയ ഇലകളൊക്കെ വരുന്ന ആ ഒരു സമയം വരെയൊക്കെ ആരാണ് ഇതിനെ നോക്കുന്നത്, കോട്ടിൽഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്ത് നിന്നാണ് ഈ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷനൊക്കെ കിട്ടുന്നത്. പിന്നെ കുറച്ച് വളർന്നൊക്കെ കഴിഞ്ഞ് ഈ ഫോട്ടോസിന്തസിസ് ഒക്കെ നടക്കുന്ന ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ സ്വന്തമായിട്ട് ലീഫിൽ നിന്ന് പിന്നെ ഫുഡ് പ്രിപ്പയർ ആവാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ പ്ലാന്റ്സിലൊക്കെ നടക്കുന്നത്. ഹൗ മെനി കോട്ടിൽഡൻ ഡസ് എ പീ സീഡ് ഹാവ്. അതായത് എത്ര കോട്ടിൽഡനാണ് ഈ ഒരു പീ സീഡിന്, പയർ ചെടിക്ക് ഉള്ളത്? എത്ര എണ്ണമാണ്? 2 എണ്ണമാണ് അല്ലേ. നിങ്ങൾ കാണാൻ പറ്റും, നമ്മൾ ഈ ഒരു പയർ ചെടിയൊക്കെ മുളപ്പിച്ചാൽ ആ 2 ഒരു കോട്ട് പോലെ അല്ലേ, ഇങ്ങനെ തുറന്നിരിക്കുന്ന 2 ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് കോട്ടിൽഡൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പയർ ചെടിക്കൊക്കെ 2 കോട്ടിൽഡനാണ് ഉള്ളത്. ഹാവ് യു ഒബ്സർവ് ദി ചേഞ്ച് ഇൻ കോട്ടിൽഡൻ ആസ് പ്ലാന്റ് ഗ്രോ. ഈ ചെടി വളരുന്നതിനനുസരിച്ച്, ഈ പ്ലാന്റ് വളരുന്നതിനനുസരിച്ച് കോട്ടിൽഡന് എന്താണ് സംഭവിക്കുന്നത്? അതായത് ഈ വിത്തിൽ നിന്ന് ചെടികളൊക്കെ മുളച്ച് ആ ഒരു മുളച്ച് വരുന്ന സമയം വരെ കോട്ടിൽഡനാണ് ആ പ്ലാന്റിന് ന്യൂട്രീഷനൊക്കെ ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നെ അത് വലുതാവുന്നതിനനുസരിച്ച് കോട്ടിൽഡൻ എന്താ സംഭവിക്കുക, അത് ഇങ്ങനെ പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി നോക്കിക്കേ, ലുക്ക് അറ്റ് ദ കോട്ടിൽഡൻ ഇൻ കോൺ. അതായത് 2ാമത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് പയർ ചെടീൻ്റെതാണ്. അപ്പോൾ അതിന് നമുക്ക് 2 കോട്ടിൽഡൻ കാണാം. പക്ഷേങ്കിൽ 2ാമത്തെ ചിത്രം കോണിൻ്റെതാണ്. കോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ചോളം. ഈ ചോളത്തിന് പൊതുവെ ഒരൊറ്റ കോട്ടിലിഡൻ മാത്രമാണുള്ളത്. ആർ ദെയർ 2 കോട്ടിലിഡൻ ഇൻ കോൺ ആസ് ഇൻ പീ സീഡ്. അതായത് നമ്മളുടെ പയർ ചെടി ഉള്ളതുപോലെ ഈ കോണിനും 2 കോട്ടിലിഡൻ ഉണ്ടോ? ഇല്ല. ദർ ഈസ് ഓൺലി 1 കോട്ടിലിഡൻ ഇൻ കോൺ. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, ചോളത്തിന് ഒരൊറ്റ കോട്ടിലിഡൻ മാത്രമേ ഉള്ളൂ. എൻഡോസ്പേം ഇസ് ദ പാർട്ട് അറ്റാച്ച്ഡ് ടു ദ കോട്ടിലിഡൻ. അതായത് കോട്ടിലിഡനോട് ചേർന്നിരിക്കുന്ന മറ്റൊരു പാർട്ടാണ് എൻഡോസ്പേം എന്ന് പറയുന്നത്. In plants with only 1 cotyledon, the food for the plants is obtained from endosperm until the seed germinate and grow its leaf. അപ്പോൾ നിങ്ങൾ അത് നന്നായിട്ടൊന്ന് ഓർത്ത് വെക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞു പയർ ചെടിക്ക് 2 കോട്ടിൽഡൻ ഉണ്ട്. പക്ഷേങ്കിൽ ഇവിടെ ചോളത്തിന് ഒരൊറ്റ കോട്ടിലിഡൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ചെടിക്ക്, ഒരു സീഡിൽ നിന്ന് ഇങ്ങനെ മുളച്ച് വരുന്ന ആ ചെടിക്ക് അതിന് ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കുന്നത്, ന്യൂട്രീഷനൊക്കെ കൊടുക്കുന്നത് കോട്ടിൽഡൻ അല്ല, മറ്റൊരു പാർട്ടാണ്. അതിനോട് ചേർന്നിരിക്കുന്ന എൻഡോസ്പേം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടാണ് ഈ കുഞ്ഞു ചെടിക്കൊക്കെ എന്ത് കൊടുക്കുന്നത്, ന്യൂട്രീഷൻ ഫുഡ് കൊടുക്കുന്നത്, അതിന് ലീഫ് വരുന്നത് വരെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കണം കേട്ടോ. അതായത് ഇപ്പോൾ 2 കോട്ടിൽഡനിലെ ചെടിക്ക് കോട്ടിൽഡൻ തന്നെയാണ് ന്യൂട്രീഷൻ ഫുഡ് കൊടുക്കുന്നത് ചെടിക്ക്. പക്ഷേങ്കിൽ ഒരൊറ്റ കോട്ടിൽഡനിലെ, അതായത് കോണ് പോലത്തെ ചെടികൾക്കൊക്കെ എൻഡോസ്പേം എന്ന് പറഞ്ഞിട്ടുള്ള ഈ കോട്ടിൽഡനോട് ചേർന്നിരിക്കുന്ന ഒരു
ഭാഗമാണ് എൻഡോസ്പേം എന്ന് പറയുന്നത്. ആ പാർട്ടാണ് എന്ത് കൊടുക്കുന്നത്, ആ ചെടിക്ക് ലീഫ് വരുന്നത് വരെ ഫുഡ് കൊടുക്കും. ഈ പുതിയ പുതിയ ടേംസൊക്കെ നന്നായിട്ട് പഠിച്ചിരിക്കണം. അതേപോലെ സ്പെല്ലിങ്ങും നിങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കണം. കോട്ടിൽഡൻ്റെ സ്പെല്ലിങ്, അതേപോലെ എൻഡോസ്പേമിൻ്റെ സ്പെല്ലിങ്. പിന്നെ ജെർമിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ജെർമിനേറ്റ് എന്ന് പറഞ്ഞാൽ മുളച്ച് വരിക എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ടോപ്പിക്കാണ് ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഡ്യൂറിങ് സീഡ് ജെർമിനേഷൻ. അതായത് ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ അതിനുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ജെർമിനേറ്റ് സീഡ് ഓഫ് ടാമറിൻ. ടാമറിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പുളി. പിന്നെ ജാക്ക് ഫ്രൂട്ട്, ചക്കക്കുരു. കാഷ്യൂ, കശുവണ്ടി. റൈസ്, അതായത് നെല്ല്. പിന്നെ എന്താണ്, കോൺ എന്ന് പറഞ്ഞാൽ ചോളം. ഒബ്സർവ് ദ ചേഞ്ചസ് ദാറ്റ് ദ സീഡ് അണ്ടർഗോ ആസ് ഇറ്റ് ജെർമിനേറ്റ്. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ സീഡൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് മുളപ്പിച്ച് നോക്കുക. എന്നിട്ട് അതിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കാനാണ് പറഞ്ഞത്. ഇനി അടുത്ത് ഇവിടെ നോക്കിക്കുക, സീഡ് ജെർമിനേഷൻ, അതായത് വിത്ത് മുളയ്ക്കൽ. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ ഒരു ബോക്സിൽ പറഞ്ഞത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ സീഡ് ബിക്കം സോക്ക്ഡ് ആൻഡ് ദ ഔട്ടർ ഷെൽ ബേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പൊട്ടുക. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്, വിത്ത് കുതിർന്ന് അതിൻ്റെ പുറന്തോട് എന്ത് ചെയ്യുന്നുണ്ട്, പൊട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവണമെങ്കിൽ ഈ ചെറുപ്പയറൊക്കെ വെള്ളത്തിലിട്ട് നോക്കുക. വെള്ളത്തിലിട്ട് നമ്മൾ ഏതെങ്കിലും കോട്ടൺ തുണിയിലൊക്കെ വെക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനിങ്ങനെ മുള വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ ചെറുപയറിൻ്റെ പുറന്തോട്, പച്ച കളറുള്ള പുറന്തോട് എന്ത് ചെയ്യും, മെല്ലെ അത് പൊട്ടിപ്പോയിട്ട് അതിൻ്റെ വൈറ്റ് പാർട്ട് ഇങ്ങനെ പുറത്തേക്ക് കാണുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്, നമ്മളിങ്ങനെ കുതിർത്താൽ അതിൻ്റെ പുറന്തോട് പൊട്ടിപ്പോകുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ദ റാഡിക്കിൾ ആൻഡ് ദെൻ ദ പ്ലുമ്യൂൾ എമേർജ്. ആദ്യം എന്താണ് വരുന്നത്, റാഡിക്കിൾ അല്ലേ, റാഡിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗവും പിന്നെ പ്ലുമ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗവുമാണ് മുളച്ച് വരുന്നത്. ദ റാഡിക്കിൾ ബിക്കം ദ റൂട്ട് ഓഫ് ദ പ്ലാന്റ്. നമ്മൾ പറഞ്ഞു റാഡിക്കിൾ എന്തായിട്ടാണ് മാറുന്നത്, ആ ചെടിൻ്റെ വേരായിട്ടാണ് മാറുന്നത്. ദ പ്ലുമ്യൂൾ ബിക്കം ദ സ്റ്റെം ആൻഡ് ലീഫ്. പ്ലുമ്യൂൾ എന്തായിട്ട് മാറും, ആ ചെടിൻ്റെ സ്റ്റെം, തണ്ടും അതേപോലെ തന്നെ ലീഫൊക്കെ ആയിട്ടാണ് മാറുന്നത്. The growing plant consumes the food stored in the cotyledon or endosperm until the photosynthesis is fully functional. അതായത് ഒരു വിത്തിൽ നിന്ന് ഇങ്ങനെ മുളച്ച് വരുന്ന കുഞ്ഞു ചെടികളൊക്കെ, ഈ കുഞ്ഞു ചെടികൾക്കൊക്കെ ഒന്നും ഫോട്ടോസിന്തസിസ് നടക്കില്ല, ഈ ലീഫൊന്നും ഉണ്ടായി വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുവരെ, ലീഫ് ഉണ്ടാവുന്നത് വരെ, ഫോട്ടോസിന്തസിസൊക്കെ നടക്കാൻ പാകമാകുന്നത് വരെ ഈ കുഞ്ഞു ചെടികൾക്കൊക്കെ അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണമൊക്കെ നൽകുന്നത് ഒന്നെങ്കിൽ കോട്ടിൽഡൻ അല്ലേ, കോട്ടിൽഡനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഫുഡായിരിക്കും, അല്ലെങ്കിൽ എൻഡോസ്പേമിൽ നിന്നായിരിക്കും ഈ കുഞ്ഞു ചെടികൾക്കൊക്കെ ഭക്ഷണം ലഭിക്കുന്നത്. എപ്പോൾ വരെയാണ്, അതിന് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് വരെ, അതായത് നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള ലീഫൊക്കെ ഒന്ന് റെഡി ആവുന്നത് വരെ. ഇനി അടുത്തൊരു ചോദ്യമാണ്, വൈ ഡു പ്ലാന്റ് സ്റ്റോർ ഫുഡ് ഇൻ സീഡ്സ്. എന്തിനാണ് ഈ സീഡിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പ്ലാന്റ്സ് എന്തിനാണ് ഫുഡ് സീഡിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, സീഡ് സ്റ്റോർ ഫുഡ് ടു ഹെൽപ്പ് ദ പ്ലാന്റ് ഗ്രോ ആൻഡ് ഡെവലപ്പ് ആൻഡ് ടു പ്രൊവൈഡ് ന്യൂട്രീഷൻ ഫോർ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. അതായത് വിത്തൊക്കെ മുളയ്ക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ന്യൂട്രീഷനും അതിന് വളരാൻ സഹായിക്കുന്നത് എന്താണ്, ഈ സീഡിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ്, വാട്ട് സീഡ്സ് ഡു വി ഈറ്റ്. നമ്മൾ എന്തൊക്കെ സീഡ്സ് കഴിക്കാറുണ്ട്? നമ്മൾ കഴിക്കുന്ന വിത്തുകൾ കുറേ ഉണ്ട്. നമുക്ക് എന്തൊക്കെ പറയാം, ഗ്രീൻ ഗ്രാം എന്ന് പറഞ്ഞാൽ പിന്നെ ചെറുപയർ. പിന്നെ മോത്ത് ബീൻ എന്ന് പറഞ്ഞാൽ മമ്പയർ എന്നൊക്കെ പറയും. പിന്നെ പീ, അതായത് നമ്മളുടെ പയറിൻ്റെ വിത്ത് കഴിക്കാറുണ്ട്. പിന്നെ ചെന്ന, കടല. അതേപോലെ തന്നെ നമുക്ക് ജാക്ക് ഫ്രൂട്ട് സീഡ് പറയാം, ആ സീഡ് നമ്മൾ കഴിക്കാറുണ്ട്. അങ്ങനെ ഇവിടെ നമ്മൾ കഴിക്കുന്ന സീഡൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാം. ഇനി അടുത്ത ടോപ്പിക്കാണ് പ്ലാന്റിങ് വിത്തൗട്ട് സീഡ്സ്. അതായത് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, എല്ലാ പ്ലാന്റ്സും സീഡ് അല്ലെങ്കിൽ വിത്ത് മുളച്ചിട്ട് തന്നെയാണോ ഉണ്ടാവുന്നത്? ആണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എല്ലാ പ്ലാന്റ്സും അതേപോലെയാണോ? അല്ല, പല പ്ലാന്റ്സ് ഉണ്ട്, സ്റ്റെമ്മ് മുറിച്ച് നട്ടാലുണ്ടാവുന്നതുണ്ട്, റൂട്ട് മുറിച്ച് നട്ടാലുണ്ടാവുന്നതുണ്ട്, അതേപോലെ ലീഫിൽ നിന്നുണ്ടാവുന്നതുണ്ട്. അങ്ങനെ പല തരത്തിൽ പല പാർട്ടുകളിൽ നിന്നുണ്ടാവുന്ന പ്ലാന്റുകളുണ്ട്. അപ്പം അതാണ് ചിലത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ആദ്യത്തെ നോക്കിക്കേ, ഹിബിസ്കസ് എന്ന് കാണാം. ഹിബിസ്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെമ്പരത്തിയാണ് അല്ലേ. അപ്പോൾ ചെമ്പരത്തി നമുക്ക് എങ്ങനെയൊക്കെ നടാം? ചെമ്പരത്തി നമുക്ക് ഒന്നുകിൽ സീഡ്,
അതിൻ്റെ പൂമ്പൊടി താഴെ വന്ന് വീഴുമ്പോൾ അതൊരു ചെറിയൊരു പ്ലാന്റായിട്ട് മാറും. ഇനി മറ്റു രീതി എന്തെന്ന് വെച്ചാൽ നമ്മളുടെ തണ്ട് മുറിച്ച് കുഴിച്ചിടാനും പറ്റും ഈ ചെമ്പരത്തി അല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റെമ്മ് വഴിയും കുഴിച്ചിടാം, അതേപോലെ സീഡ് വഴിയും നമുക്ക് ഈ ഒരു ചെമ്പരത്തി കുഴിച്ചിടാം. ഇനി അടുത്ത നോക്കിക്കേ, ക്യൂൻ ഓഫ് ദ നൈറ്റ് അല്ലേ, നിശാഗന്ധി എന്ന് പറയും. അപ്പോൾ നിശാഗന്ധിൻ്റെ പ്രത്യേകത എന്താണ്? ഇതും ഇതേപോലെ സ്റ്റെമ്മ് കുഴിച്ചിടാൻ പറ്റുന്നതാണ്. പിന്നെ പക്കോഡ ഫ്ലവർ, അതായത് കൃഷ്ണ കിരീടം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ ഒരു നമ്മളുടെ പറമ്പിലൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയാണ് അതിൻ്റെ പൂവൊക്കെ കാണാനില്ലേ. അപ്പോൾ അതെങ്ങനെയാണ്? അത് നിങ്ങൾ റൂട്ട് വഴി അല്ലേ, വേര് പൊട്ടി മുളിച്ചുണ്ടാകുന്നതാണ് ഈ ഒരു കൃഷ്ണ കിരീടം എന്ന് പറയും. അടുത്തത് മിറാക്കിൾ ലീഫ് പ്ലാന്റ് അല്ലെങ്കിൽ ഇലമുളച്ചി. ആ പേര് പോലെ തന്നെ എന്താണ്, ഇല മുറിച്ച് നട്ടാൽ നമുക്ക് ഒരു പുതിയൊരു ഇലമുളച്ചി തൈകൾ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റെമ്മ് വഴി ഉണ്ടാകുന്നുണ്ട്, റൂട്ട് വഴി ഉണ്ട്, പിന്നെ അതേപോലെ ലീഫ് വഴി ഒക്കെ തന്നെ വേറെ പ്ലാന്റ് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇതേപോലെ മറ്റ് പ്ലാന്റ്സിൻ്റെ നെയിം നമ്മൾ പറയണം. ഇതല്ലാതെ മറ്റ് സ്റ്റെമ്മ് വഴി ഉണ്ടാകുന്ന കുറച്ച് പ്ലാന്റ്സിൻ്റെ പേര്, റൂട്ട് വഴി ഉണ്ടാകുന്ന കുറച്ച് പ്ലാന്റ്സിൻ്റെ പേര് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തേതാണ് സ്റ്റെമ്മ്, അതായത് തണ്ട് മുറിച്ച് മാറ്റി കുഴിച്ചിട്ടാൽ ഉണ്ടാകുന്ന ചെടികളുടെ എക്സാമ്പിളാണ് പറയുന്നത്. ആദ്യത്തേത് റോസൊക്കെ നമ്മൾ എവിടെയെങ്കിലും നല്ല ഇനത്തിൽപ്പെട്ട റോസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് കുഴിച്ചിടുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ചെറിയൊരു തണ്ട് മുറിച്ച് പിന്നെ നമ്മളെ വീട്ടിൽ വന്ന് കുഴിച്ചിടുകയാണ് ചെയ്യുക. അതേപോലെ ബോഗൻവില്ല എന്ന് പറഞ്ഞാൽ കടലാസ് പുഷ്പം. പിന്നെ ഷുഗർ കെയിൻ എന്താണ്? കരിമ്പ് അല്ലേ. അതേപോലെ ടാപ്പിയോക്ക എന്ന് പറഞ്ഞാൽ കപ്പ. പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ മധുരക്കിഴങ്ങ്. അപ്പോൾ അതിൻ്റെയൊക്കെ തണ്ട് മാറ്റി കുഴിച്ചിട്ടാൽ പുതിയ ചെടികളുണ്ടാകും. ഇനി റൂട്ട് മുറിച്ച് മാറ്റി കുഴിച്ചിട്ടാൽ ഉണ്ടാകുന്ന ചെടികളുടെ പേരാണ് ആദ്യത്തേത് ഡാലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ഭംഗിയുള്ള ഒരു പൂവുണ്ടാകുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതിൻ്റെ വേറെ നമ്മൾ മാറ്റി കുഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ വേരെടുത്ത് കുഴിച്ചിട്ടാൽ മതി. പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ മധുരക്കിഴങ്ങും അതിൻ്റെ വേരിൽ ഉണ്ടാകും, വേര് മാറ്റി കുഴിച്ചിട്ടാലും ഉണ്ടാകും. പിന്നെ ഗോവ എന്ന് പറഞ്ഞാൽ എന്താ? പേരയ്ക്ക. പിന്നെ യാം, പിന്നെ ചേന, ഇതൊക്കെ എന്താണ്? റൂട്ട് മാറ്റി കുഴിച്ചിട്ടാൽ ഉണ്ടാവുന്നതാണ്. ഇനി അടുത്ത ലീഫ്, പിന്നെ ഇലകൾ മാറ്റി കുഴിച്ചിട്ടാൽ ഉണ്ടാകുന്ന ചില ചെടികളുണ്ട്. അതാണൊന്ന് ബ്രയോഫൈലം എന്ന് പറയും. ബ്രയോഫൈലം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ്. ഇലമുളച്ചി എന്ന് പറയും. അതേപോലെ ബെഗോണിയ, ഇതൊക്കെ എന്താണ്? ഈ ഒരു പിന്നെ ഇല മാറ്റി കുഴിച്ചിട്ടാൽ ഉണ്ടാകുന്ന ചെടികളുടെ എക്സാമ്പിളാണ്. ഇനി അടുത്ത ഇതേപോലെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ടോപ്പിക്കാണ് സീഡ് ഇൻ മെനി പ്ലേസസ്. ഈ ഒരു ഭാഗത്തുനിന്ന് പല ചോദ്യങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എക്സാമിനൊക്കെ എന്തായാലും ചോദിക്കുന്ന ഒരു പാർട്ടാണിത്. സീഡ്സ് ഇൻ മെനി പ്ലേസസ്, അതായത് വിത്തുകൾ പലയിടങ്ങളിൽ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്കറിയാം നമ്മളുടെ വീട്ടിലെ പറമ്പുകളിലൊക്കെ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ചില വിത്തുകൾ അല്ലെങ്കിൽ ചില ചെടികൾ നമ്മൾ കുഴിച്ചിട്ടിട്ട് കൂടി ഉണ്ടാവില്ല, പക്ഷേങ്കിൽ അവിടെ തനിയേ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെവിടെ നിന്നാണ് അതിൻ്റെ വിത്ത് അവിടെ വന്ന് വീഴുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, സീ ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മലബാർ പ്ലം, അതായത് ഞാവൽ ട്രീ ആൻഡ് ദ ബേർഡ്. അതായത് ഇവിടെ ഒരു കോൺവെർസേഷനാണ്, ഒരു സംഭാഷണം. ആരൊക്കെ തമ്മിലാണ്? ഞാവൽ മരവും അതേപോലെ തന്നെ ഒരു പക്ഷിയും തമ്മിലുള്ള കോൺവെർസേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ആ ട്രീ പറയാണ്, ആ മരം പറയാണ്, വൈ ആർ യു ഈറ്റിംഗ് മൈ ഫ്രൂട്ട്സ്? നീ എന്തിനാണ് എൻ്റെ ഫ്രൂട്ട്സ് കഴിക്കുന്നത്? അപ്പോൾ ബേർഡ് എന്താണ് പറയുന്നത്? ഐ ആം നോട്ട് ഓൺലി ഈറ്റിംഗ് യുവർ ഫ്രൂട്ട് ആൻഡ് സാറ്റിസ്ഫൈ മൈ ഹങ്കർ എന്ന് പറഞ്ഞാൽ വിശപ്പ്. ഞാൻ നിൻ്റെ ഫ്രൂട്ട് കഴിച്ച് വിശപ്പ് അടക്കം മാത്രമല്ല ചെയ്യുന്നത്, പിന്നെന്താണ്? ഐ ആം ഓൾസോ ക്യാരിങ് ദ സീഡ് ടു മെനി പ്ലേസസ്. ഞാൻ നിൻ്റെ വിത്ത് പല സ്ഥലങ്ങളിലേക്കും എത്തിക്കുന്നുണ്ട്. അപ്പോൾ ട്രീ എന്താണ് പറയുന്നത്? ഈവൻ ഇഫ് യു ആർ നോട്ട് ദെയർ വിൽ മൈ സീഡ് നോട്ട് ഫാൾ ഡൗൺ ആൻഡ് ജെർമിനേറ്റ്? അപ്പോൾ നീ ഇവിടെ ഇല്ലെങ്കിലും എൻ്റെ വിത്ത് താഴെ വീണ് മുളയ്ക്കില്ലേ എന്നാണ് ട്രീ ചോദിക്കുന്നത്. അപ്പോൾ ബേർഡ് എന്താണ് പറയുന്നത്? ഡു യു ഹാവ് ഇനഫ് സ്പേസ് ഫോർ സോ മെനി സീഡ് ടു ഗ്രോ അണ്ടർ യു? അതായത് നിൻ്റെ അടിയിൽ അത്രയ്ക്കൊക്കെ സ്ഥലം ഉണ്ടോ ഈ വിത്തുകളൊക്കെ, അല്ലെങ്കിൽ ഈ ഫ്രൂട്ടിൽ നിന്ന് വീഴുന്ന ഇത്രയും വിത്തുകളൊക്കെ മുളയ്ക്കാനുള്ള സ്ഥലം നിൻ്റെ ഈ ഒരു അണ്ടറിലുണ്ടോ, നിൻ്റെ അടിയിലുണ്ടോ എന്നാണ് ചോദ്യം. ഈ ഒരു കോൺവെർസേഷനിൽ നമുക്ക് മനസ്സിലാക്കാം വിത്തുകൾ ബേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? പല സ്ഥലങ്ങളിൽ പോയിട്ട് ഡിസ്പേഴ്സ് ചെയ്യുന്നുണ്ട്, വിതരണം ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? അതായത് ഈ കിളികളൊക്കെ അല്ലെങ്കിൽ പക്ഷികളൊക്കെ കഴിക്കുന്ന ഫ്രൂട്ട് എന്ത് ചെയ്യും? അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ കാഷ്ടിച്ച് വെക്കും. അങ്ങനെ ആ ഒരു വിത്ത് ആ സ്ഥലങ്ങളിൽ എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ മരം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നീ ഇല്ലെങ്കിലും എൻ്റെ ഈ ഒരു അണ്ടറിൽ അല്ലെങ്കിൽ എൻ്റെ അടിയിൽ ഈ വിത്തുകളൊക്കെ മുളയ്ക്കില്ലേന്ന്. നമുക്കറിയാം ഒരു പക്ഷേ
കുറേ വിത്തുകളൊക്കെ മുളയ്ക്കും. പക്ഷെങ്കിൽ അത് വളർന്ന് വലിയൊരു മരമാവാനുള്ള ഇനഫ് സ്പേസും പിന്നെ ഈ ഒരു ചെടിക്ക് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സൊക്കെ കിട്ടിക്കൊള്ളണമെന്നില്ല. അതായത് സൺലൈറ്റ്, വാട്ടർ, മിനറൽസ്, അങ്ങനത്തെ പല ഫാക്ടേഴ്സും ആവശ്യത്തിന് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആ ചെടികളൊക്കെ അവിടെ നശിച്ചു പോകാനും സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ അടുത്തൊരു ചോദ്യമാണ്, വാട്ട് ക്രിയേച്ചേഴ്സ് ഡു യു നോ ദാറ്റ് ട്രാൻസ്പോർട്ട് പ്ലാന്റ് സീഡ് ടു ഡിഫറെൻറ്റ് പ്ലേസസ് ലൈക്ക് ദീസ്? അപ്പോൾ ഇതേപോലെ തന്നെ ഈ സീഡൊക്കെ പല സ്ഥലങ്ങളിലേക്കും എത്തിക്കുന്ന ചില ജീവികളുടെ പേരുകൾ പറയാനാണ് പറഞ്ഞത്. താഴെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, സ്ക്യൂറൽ. സ്ക്യൂറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ണാൻ. ഈ അണ്ണാനൊക്കെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി അല്ലെങ്കിൽ സീഡൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിച്ച് വെക്കും. കുറച്ച് കഴിയുമ്പോൾ അത് അവരോട് മറന്നു പോകും. പിന്നെ കുറേ കാലം കഴിയുമ്പോൾ അത് അവിടുന്ന് ഇങ്ങനെ മുളച്ച് ഒരു പ്ലാന്റ് ആവാൻ തുടങ്ങും. ഇനി അതേപോലെ മറ്റ് എക്സാമ്പിൾ നമുക്ക് ബാറ്റ് എന്ന് പറഞ്ഞാൽ വവ്വാൽ. പിന്നെ ബേർഡ്സ്, പക്ഷികൾ, പാരറ്റ് അതായത് തത്ത, പിന്നെ ക്രോ, കാക്ക, സ്പാരോ, കുരുവി, അങ്ങനെ കുറേ ബേർഡ്സ് ഉണ്ട് ഈ ഒരു ഫ്രൂട്ട്സ് കഴിക്കുന്ന. ആ ബേർഡ്സ് എന്ത് ചെയ്യും? ഈ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് അപ്പോൾ അതിൻ്റെ സീഡ്, ഇപ്പോൾ പേരയ്ക്കൊക്കെ ആയിക്കോട്ടെ, ഈ സീഡ് എന്ത് ചെയ്യും? ദഹിക്കാതെ അവിടെ കിടക്കും. അങ്ങനെ ദഹിക്കാതെ വരുമ്പം അവർ കാഷ്ടിക്കുമ്പം അതിൻ്റെ കൂടെ ഈ ഒരു സീഡും വന്ന് എവിടെയെങ്കിലും പോയി വീഴും. അങ്ങനെ അവിടെ അതൊരു പ്ലാന്റ് ആയിട്ട് മാറാൻ തുടങ്ങും. അതേപോലെ തന്നെ എനിമൽസ്, ഡിയർ, എലിഫൻറ്റ്, മങ്കി, ഇതൊക്കെ തന്നെ എന്താണ്? ഇതേ ഇത് തന്നെയാണ്. അവരേതെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കും, പിന്നെ അത് കാഷ്ടിക്കുമ്പം ആ സീഡ് എവിടെയെങ്കിലും പോയി വീഴും. പിന്നെ ബീറ്റിൽ എന്ന് പറഞ്ഞാൽ വണ്ട്. ചില വണ്ടുകളുണ്ട് ഇതേപോലെ തന്നെ സീഡ് ഡിസ്പേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ക്രിയേച്ചേഴ്സ് ഉണ്ട്. ഇനി നിങ്ങൾക്കറിയുന്ന മറ്റേതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു ചോദ്യമാണ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഹ്യൂമൻസ് ഇൻ ഡെലിവറിങ് സീഡ് ടു ഡിഫറെൻറ്റ് പ്ലേസസ്? അപ്പോൾ ഹ്യൂമൻ്റെ റോൾ എന്താണ്? ഹ്യൂമൻ ബീനും അതായത് മനുഷ്യരും ഇതേപോലെ സീഡ് മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇടുന്നുണ്ടോ? എങ്ങനെയാണ് മനുഷ്യർ ഈ സീഡ് ഡിസ്പേഴ്സിന് സഹായിക്കുന്നത്? അപ്പോൾ ആൻസറായിട്ട് നമുക്ക് പറയാം, സീഡ് ക്യാൻ ബി ആക്സിഡൻ്റലി ട്രാൻസ്പോർട്ടഡ് ഇൻ ക്ലോത്തിങ്, ഓൺ ഷൂ ആൻഡ് ബൈ ത്രോയിങ്. അതായത് ഈ പുല്ലിലൊക്കെ ചില സീഡുകളുണ്ട് നമ്മളുടെ ശരീരത്തിൽ ഇങ്ങനെ പറ്റി പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പുല്ലിലൂടെ ഒക്കെ നടക്കുമ്പോൾ നമ്മളുടെ പാൻറ്റിൽ അല്ലെങ്കിൽ ക്ലോത്തിൽ പിന്നെ ഷൂവിലൊക്കെ ഇങ്ങനെ സീഡ് വന്ന് പറ്റി പിടിച്ചിരിക്കും. പിന്നെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അത് മറ്റ് സ്ഥലങ്ങളിൽ പോയി വീഴും. അങ്ങനെ അത് അവിടുന്ന് വളരാൻ തുടങ്ങും. അതേപോലെ തന്നെയാണ് ബൈ ത്രോയിങ് എന്ന് പറഞ്ഞാൽ എറിയുന്നത്. നമ്മൾ ഈ മാങ്ങയൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ എന്തെന്ത് ചെയ്യും? അതിൻ്റെ ബാക്കി സീഡ് നമ്മൾ വലിച്ചെറിയാറുണ്ട്. അതപ്പോൾ അവിടെ എവിടെയെങ്കിലും പോയി വീഴും, പിന്നെ അത് അവിടുന്ന് വളരും. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ ഹ്യൂമൻ ബീന് അല്ലേ, നമ്മളുടെ മനുഷ്യർ സീഡ് ഡിസ്പേഴ്സ് ചെയ്യുന്നത്. ഇനി മറ്റൊരു ചോദ്യമാണ്, ഡു ഓർഗാനിസം അലോൺ ഡിസ്ട്രിബ്യൂട്ട് ദ സീഡ്സ്? ഡിസ്കസ്. അതായത് ഈ ഓർഗാനിസം, ജീവികൾ മാത്രമാണോ ഇങ്ങനെ ഇതേപോലെ വിത്ത് മറ്റ് സ്ഥലത്തേക്ക് വിതരണം ചെയ്യുന്നത്? അല്ലല്ലേ. അതായത് ഓർഗാനിസം മാത്രമല്ല, ജീവികൾ മാത്രമല്ല, വിൻഡിലൂടെ നടക്കുന്നതുണ്ട്. വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റിലൂടെ ഇങ്ങനെ സീഡ് മറ്റ് സ്ഥലത്തേക്ക് പോയി വീഴുന്നതുണ്ട്. ഈ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്ത സീഡ് എന്ത് ചെയ്യും? ഇങ്ങനെ പറന്നു പോയി മറ്റു സ്ഥലത്തേക്ക് പോയി വീഴും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ അപ്പൂപ്പൻ താടിയില്ലേ, അതൊക്കെ. പിന്നെ നമുക്ക് പറയാം ബേഴ്സ്റ്റ് ചെയ്തിട്ട്. ബേഴ്സ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിച്ചിട്ട്. ഈ റബ്ബറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ റബ്ബറിൻ്റെ ഈ സീഡ് എന്ത് ചെയ്യും? നല്ല സൗണ്ടോട് കൂടി ഇങ്ങനെ പൊട്ടുന്നത് നിങ്ങൾക്ക് കേൾക്കാം ചില സീസണിൽ. അപ്പോൾ അതെന്ത് ചെയ്യാണ്? അത് ഇതേപോലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി വീയാണ്. അത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുമ്പോൾ അത് വേറെ സ്ഥലത്ത് പോയി വീയാണ് ചെയ്യുന്നത്. അതേപോലെ ലേഡീസ് ഫിംഗറൊക്കെ അല്ലേ. ലേഡീസ് ഫിംഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെണ്ടൻ്റെതൊക്കെ ഇതേപോലെ ബേഴ്സ്റ്റ് ചെയ്തിട്ടാണ്, പൊട്ടിത്തെറിച്ചാണ്. പിന്നെ വാട്ടറിലൂടെ സീഡ് ഡിസ്പേഴ്സ് ചെയ്യുന്നതുണ്ട്, വെള്ളത്തിലൂടെ. ഈ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു പച്ച ബോക്സ് നോക്കിക്കേ. സീഡ് ഡിസ്പോസൽ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് സീഡ് ഫ്രം ദ മദർ പ്ലാന്റ് റീച്ച് ഡിഫറെൻറ്റ് ലൊക്കേഷൻ. അതായത് മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതിനെയാണ് നമ്മൾ വിത്ത് വിതരണം അല്ലെങ്കിൽ സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് പാരൻറ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മാതൃസസ്യം, അതായത് വിത്ത് ഏത് ചെടിയിൽ നിന്നാണോ വരുന്നത് അതിനെയാണ് നമ്മൾ മാതൃസസ്യം അല്ലെങ്കിൽ പാരൻറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഈ ഒരു പാരൻറ്റ് പ്ലാന്റിൽ നിന്ന് വിത്ത് പോയി പല സ്ഥലങ്ങളിലേക്ക് ആയിട്ട് വീഴുന്നതിന്, എത്തിപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യമാണ്, വൈ സീഡ് ഡിസ്ട്രിബ്യൂഷൻ? വിത്ത് വിതരണം എന്തിനാണെന്നാണുള്ള ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾ നന്നായിട്ട് ഓർത്ത് വെക്കുക. ഈ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഇഫ് ഓൾ ദ സീഡ് ഓഫ് എ പ്ലാന്റ് ഫോൾ ആൻഡ് ജെർമിനേറ്റ് at the base of the plant, they will not get the soil, water, sunlight and minerals they need to grow. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം തന്നെ അതിൻ്റെ ബേസിലാണ്. ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അടിയിലാണ് വീണ് മുളയ്ക്കുന്നതെങ്കിൽ
അല്ലെങ്കിൽ അതിൻ്റെ ചുവട്ടിലാണ് വീണ് മുളയ്ക്കുന്നതെങ്കിൽ അവയ്ക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവയ്ക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള നമ്മൾ പറഞ്ഞു മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, അതേപോലെ മിനറൽസൊക്കെ കിട്ടാതെ വരും, അവർക്ക് ആവശ്യത്തിന് ലഭിക്കാതെ വരും. സോ ദ സീഡ് ഹാവ് ടു ബി ഡിസ്പേഴ്സ് ടു മെനി പ്ലേസസ്. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യാണ്, വിത്തുകൾ പല സ്ഥലങ്ങളിലേക്കായിട്ട് വിതരണം ചെയ്യപ്പെടുകയാണ്. ഡിസ്പേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലേക്കായിട്ട് വിതരണം ചെയ്യുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അതായത് ഒരു മാവിൻ്റെ ചുവട്ടിൽ അതിൻ്റെ മാങ്ങയൊക്കെ വീണ് അവിടെ വളരാൻ അവർക്ക് പറ്റുമോ? ഇല്ല. കാരണം അവർക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസ്, അതേപോലെ തന്നെ സൺലൈറ്റ്, വാട്ടർ ഒന്നും ലഭിക്കാതെ വരും. എല്ലാ സീഡും അവിടെ വളരുകയാണെങ്കിൽ എല്ലാ സീഡിനും ഇതൊക്കെ ആവശ്യമാണ് വളരാനെങ്കിൽ അല്ലേ. പക്ഷെങ്കിൽ ഇതൊന്നും കിട്ടാതെ വരുമ്പോൾ അവർ അവിടുന്ന് നശിച്ചു പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഇങ്ങനെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിട്ട് വളരുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ദിസ് ഈസ് ദ റീസൺ വൈ ഡിഫറെൻറ്റ് plants are found in one region and one plant is found in different region. അതുകൊണ്ടാണ് ഇങ്ങനെ പല ചെടികളും ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും അങ്ങനെ ഒരു ചെടി വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നത് ഇതുകൊണ്ടാണ്. നമുക്ക് നമ്മളുടെ പറമ്പിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചിലത് ഒറ്റയ്ക്ക് വളരുന്നുണ്ടാവും, നമ്മളുടെ അവിടെ ഒന്നും ആ ചെടി ഉണ്ടാവില്ല, എവിടുന്നോ വന്ന് വീണ് അല്ലെങ്കിൽ ഏതോ പക്ഷികൾ വന്ന് കൊണ്ടുപോയിട്ട് വിത്തായിരിക്കും, അത് അവിടുന്ന് ഇങ്ങനെ വളരുന്നുണ്ടാകും. ഇനി അടുത്ത ടോപ്പിക്കാണ് അഡാപ്റ്റേഷൻസ് ഫോർ സീഡ് ഡിസ്പേഴ്സൽ, അതായത് വിത്ത് വിതരണത്തിനുള്ള അനുകൂലങ്ങൾ. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അനുകൂലങ്ങൾ. ഹൗ ഡസ് കോക്കനട്ട് അഡാപ്റ്റ് ഫോർ ഫ്ലോയിങ് ത്രൂ വാട്ടർ, അതായത് തേങ്ങയ്ക്ക് വെള്ളത്തിലൂടെ ഒഴുകി പോകുന്നതിന് എന്തെല്ലാം അനുകൂലങ്ങളാണ് ഉള്ളത്? അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണിതും, ഇമ്പോർട്ടൻ്റ് ആണ്. 2 പോയിൻ്റ് അവിടെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ തേങ്ങയൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കാനുള്ള കാരണം അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന്. ആദ്യത്തേതാണ്, ഈവൻ ഇഫ് ഇറ്റ് ഈസ് റിമെയിൻ ഇൻ വാട്ടർ ഫോർ ഫ്യൂ ഡേയ്സ് ഇറ്റ് വിൽ നോട്ട് റോട്ട്. റോട്ട് എന്ന് പറഞ്ഞാൽ അഴുകുക. ഓക്കെ, അതായത് വെള്ളത്തിൽ ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ നിന്നാലും അതെന്താവുന്നില്ല, ചീഞ്ഞു പോകുന്നില്ല അല്ലെങ്കിൽ അഴുകി പോകുന്നില്ല. രണ്ടാമത്തെ പോയിൻ്റ് ആണ്, ഇറ്റ് വിൽ ഫ്ലോട്ട് ഇൻ വാട്ടർ ആസ് ദ ഹസ്ക് ഈസ് ഫില്ലഡ് വിത്ത് എയർ. നമുക്കറിയാം തേങ്ങൻ്റെ ഉള്ളിൽ എന്തുണ്ട്, നിറയെ ചകിരിയൊക്കെ ഉണ്ട്. അപ്പോൾ ചകിരി മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ വായു ഉണ്ട്, എയറും ഉണ്ട്. അപ്പോൾ എയർ ഉള്ളത് കൊണ്ട് തന്നെ ഈ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കാനുള്ളൊരു കഴിവുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, തൊണ്ട്. അപ്പോൾ തൊണ്ടിലിങ്ങനെ വായു നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് വെള്ളത്തിലിങ്ങനെ പൊങ്ങിക്കിടക്കുന്നതെന്ന് ഓർത്ത് വെക്കുക. ഈ 2 പോയിന്റ് നന്നായിട്ട് ഓർത്ത് വെക്കുക. എന്തുകൊണ്ടാണ് ഈ തേങ്ങയൊക്കെ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്നത്? അങ്ങനെ ഫ്ലോട്ട് ചെയ്യാനുള്ള അഡാപ്റ്റേഷൻ, അനുകൂലങ്ങൾ ഈ തേങ്ങയ്ക്ക് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഈ 2 പോയിന്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. എക്സാമിന് ചോദിച്ചാൽ എന്തായിട്ടും ഈ 2 പോയിന്റ് എഴുതി നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇനി അടുത്ത ഇവിടെ നോക്കിക്കേ, വാട്ട് കുഡ് ബി ദ റീസൺ ബിഹൈൻഡ് അപ്പൂപ്പൻ താടീസ്. അപ്പൂപ്പൻ താടിൻ്റെ ഇംഗ്ലീഷാണ് മിൽക്ക് വീഡ് പേപ്പേഴ്സ് ഫ്ലൈയിങ് ഇൻ ദ വിൻഡ്. അപ്പോൾ ഇവിടെ ചോദിച്ചതാണ് എന്തുകൊണ്ടാണ് ഈ അപ്പൂപ്പൻ താടി കാറ്റിൽ ഇങ്ങനെ പാറാനുള്ള അല്ലെങ്കിൽ പാറി നടക്കാനുള്ള റീസൺ എന്താണെന്ന്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൂപ്പൻ താടി, ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ ചില സമയങ്ങളിലൊക്കെ നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനത്തെ ഇതിൻ്റെ മരം ഉണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ പറന്ന് വരുന്നത് നിങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കാറ്റത്ത് ഇതിങ്ങനെ പറക്കാനുള്ള റീസൺ? കാരണം മറ്റൊന്നുമല്ല, അതിൻ്റെ വെയിറ്റ് എങ്ങനെയാണ്, വളരെ ലൈറ്റാണ്, തീരെ കനല്ല, ഭാരം വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇത് കാറ്റത്ത് ഇങ്ങനെ പറക്കാനുള്ള റീസൺ. ബിക്കോസ് ഇറ്റ് ഹാസ് ലൈറ്റ് വെയിറ്റ് എന്നാണ് പറയുക. അതേപോലെ തന്നെ ഇതിനെ പറക്കാൻ സഹായിക്കുന്ന ഒരു ചെറിയൊരു എയർ ലൈക്ക് പാർട്ടും ഉണ്ട് അല്ലേ, അതാണ് നമ്മൾ അപ്പൂപ്പൻ താടി എന്ന് പറയുന്നത്. ചെറിയൊരു മുടി പോലത്തെ ഹെയർ ലൈക്ക് ഒരു പാർട്ടുണ്ട്, അതിൻ്റെ തൊട്ട് താഴെയാണ് സീഡ് ഉള്ളത്. അപ്പോൾ സീഡിനെ കൊണ്ടുപോകുന്നതാണ് ഈ ഒരു എയർ ലൈക്ക് പാർട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യമാണ്, വാട്ട് ആർ ദ ഫ്രൂട്ട്സ് അറൗണ്ട് യു ദാറ്റ് എനിമൽസ് ആൻഡ് ബേർഡ്സ് ഈറ്റ്. അതായത് പക്ഷികളും മൃഗങ്ങളും ഒക്കെ തന്നെ കഴിക്കുന്ന നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള ഫ്രൂട്ട്സുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ നമുക്ക് പറയാം? നമുക്ക് ബനാന പറയാം, ജാക്ക് ഫ്രൂട്ട് ഉണ്ട്, മാംഗോ ഉണ്ട്, റംബുട്ടാനുണ്ട്, പിന്നെ അതേപോലെ നിറയെ ഫ്രൂട്ട്സുകൾ ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് ഫ്രൂട്ട്സ് ഫോർ അട്രാക്റ്റിംഗ് ബേർഡ്സ്. അപ്പോൾ ഇങ്ങനെ ബേർഡ്സിനൊക്കെ ആ ഒരു ഫ്രൂട്ടിനോട് കൂടുതൽ അട്രാക്ഷൻ ആകർഷണം വരാനുള്ള റീസൺ എന്താണ്? അപ്പോൾ ആ ഒരു ഫ്രൂട്ടിൻ്റെ എന്ത് പ്രത്യേകത കൊണ്ടാണ് ബേർഡ്സിനൊക്കെ അതിനോടൊരു ഇഷ്ടം അല്ലെങ്കിൽ അത് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് ഫ്ലഷി പാർട്ട് എന്ന് പറഞ്ഞാൽ നല്ല കാമ്പ്, ചില ഈ മാങ്ങ ആയിക്കോട്ടെ അങ്ങനത്തെ ചില ഫ്രൂട്ട്സിനൊക്കെ നല്ല കാമ്പായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ഈ ചില ബേർഡ്സിനൊക്കെ ആകർഷിക്കും. പിന്നെ ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും. ഈ ചക്ക ആയിക്കോട്ടെ മാങ്ങ ആയിക്കോട്ടെ അതൊക്കെ പഴുത്താൽ ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ അതും ഈ ബേർഡ്സിനെ ആകർഷിക്കും. പിന്നെ കളറ്, റംബൂട്ടാനൊക്കെ
നല്ല ചുവന്ന കളറായിരിക്കില്ലേ പഴുത്താൽ, അതും ആകർഷിക്കാറുണ്ട്. പിന്നെ സൈസ്, ചില ഫ്രൂട്ട്സിൻ്റെ സൈസുകൾ ആകർഷിക്കും. പിന്നെ അതേപോലെ തന്നെ എന്താണ്, സ്വീറ്റ്നെസ്, നല്ല ടേസ്റ്റിൽ അല്ലെങ്കിൽ നല്ല മധുരമുള്ളതാണെങ്കിൽ അതും ഈ ബേർഡ്സിനെ ആകർഷിക്കാറുണ്ട്. ഹാവ് യു നോട്ടീസ്ഡ് ദാറ്റ് സം നോൺ എഡിബിൾ ഫ്രൂട്ട്സ് ഹാവ് പാർട്ട് ദാറ്റ് ഹെൽപ്പ് ദം സ്റ്റിക്ക് ടു അതർ തിങ്സ്? അതായത് നോൺ എഡിബിൾ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭക്ഷ്യയോഗ്യമല്ലാത്ത, നമുക്ക് കഴിക്കാൻ പറ്റാത്ത ചില ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ ആ ഫ്രൂട്ട്സിന് ചില ഭാഗങ്ങളുണ്ട്, പിന്നെ പറ്റിപ്പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ചില ഭാഗങ്ങൾ അതിനുണ്ട്. അപ്പോൾ അതാണ് അവരെന്തിനു സഹായിക്കുന്നത്, സീഡ് ഡിസ്പേഴ്സൽ. അവർക്ക് സീഡ് മറ്റ് സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നത് അവരുടെ ശരീരത്തിലുള്ള ചില സ്റ്റിക്കി ആയിട്ടുള്ള പാർട്ടുകളാണ്. അപ്പോൾ അവരെന്താണ് ചെയ്യുകയെന്ന് വെച്ചാൽ, അങ്ങനത്തെ ചെടികളുടെ അരികിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മളുടെ പാൻറ്റിലും അല്ലെങ്കിൽ ക്ലോത്തിലും ഷൂസിലൊക്കെ പറ്റി പിടിച്ചിരിക്കും. നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത് അപ്പോൾ അതിനനുസരിച്ച് അവരും നമ്മളുടെ ഈ ഒരു പാൻറ്റിലൊക്കെ ഉണ്ടാകും. പിന്നെ അവിടെ നമ്മൾ ഒന്നെങ്കിൽ തട്ടുമ്പോൾ അല്ലെങ്കിൽ അതിന് നമ്മൾ ഒഴിവാക്കുമ്പോൾ അവിടെ ആ നിലത്ത് വീണ് അവരങ്ങ് വളരും, അവിടെ അങ്ങ് പുതിയ പ്ലാന്റ് ഉണ്ടാവാൻ തുടങ്ങും. അപ്പം അങ്ങനെയാണ് ഈ ഒരു സ്റ്റിക്കി പാർട്ട് അവരെ സഹായിക്കുന്നത്, സീഡ് ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഇതേപോലെയാണ് നമ്മളുടെ ഡ്രസ്സിലൊക്കെ പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ എഡിബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണെങ്കിൽ ഈ റംബൂട്ടാൻ അതേപോലെ തന്നെ മാങ്ങയൊക്കെ ആണെങ്കിൽ ഈ പക്ഷികളും എനിമൽസൊക്കെ കഴിക്കും. അപ്പോൾ അവർ പോകുമ്പോൾ ആ ഒരു സീഡ് ഡിസ്പേഴ്സൽ അവിടെയൊക്കെ കാഷ്ടത്തിലൂടെയൊക്കെ അതങ്ങ് ഡിസ്പേഴ്സ് ആവും. പക്ഷേങ്കിൽ ഇങ്ങനത്തെ നോൺ എഡിബിൾ ആയിട്ടുള്ള ഭക്ഷ്യയോഗ്യമല്ലാത്ത ഇതേപോലത്തെ പ്ലാന്റ്സിൻ്റെ ഫ്രൂട്ട്സൊക്കെ എങ്ങനെയാണ് അവരുടെ സീഡ് ഡിസ്പോസൽ, ഇങ്ങനത്തെ സ്റ്റിക്കി പാർട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ ഹെയറി ടൈപ്പ് പറഞ്ഞ അപ്പൂപ്പൻ താടിയൊക്കെ അത് നമുക്ക് കഴിക്കാനൊന്നും പറ്റില്ല. പക്ഷേങ്കിൽ അവർക്ക് വേറൊരു പ്രത്യേകത എന്താണ്, അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്, അവർക്ക് ഹെയർ ലൈക്ക് ടൈപ്പ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് ലൈറ്റ് വെയ്റ്റുമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഹൗ ഡു ദീസ് അഡാപ്റ്റേഷൻ ഹെൽപ്പ് ഇൻ സീഡ് ഡിസ്പേഴ്സൽ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഷാ ഫ്ലവറും ലവ് ഗ്രാസും, ഈ രണ്ട് ചെടികളും നിങ്ങളുടെ പറമ്പിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇവരെങ്ങനെയാണ് ഇതേപോലെ സഹായിക്കുന്നത് എന്നാണ് ചോദ്യം. ഇവർക്ക് എന്ത് പ്രത്യേകതയാണ് അല്ലെങ്കിൽ എന്ത് അനുകൂലങ്ങളാണ് ഇവർക്ക് സീഡ് ഡിസ്പേഴ്സലിന് സഹായിക്കുന്നത്? ഇത് സ്റ്റിക്കി പാർട്ടാണ്. അപ്പോൾ സ്റ്റിക്കി പാർട്ടുള്ള പ്ലാന്റ്സിൻ്റെ എക്സാമ്പിൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക, ഷാ ഫ്ലവറും അതേപോലെ തന്നെ ലവ് ഗ്രാസും. ഇനി അടുത്തതാണ്, വാട്ട് പ്ലാന്റ് ഡു യു നോ ദാറ്റ് ബേഴ്സ്റ്റ് ആൻഡ് റിലീസ് സീഡ് വെൻ ദേ റൈപ്പൺ? അതായത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില പ്ലാന്റ്സ് എന്ത് ചെയ്യും, നന്നായിട്ട് പഴുക്കുമ്പോൾ അവരെന്ത് ചെയ്യും, സീഡ് ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ട് അവരുടെ സീഡ് അങ്ങ് പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഔട്ടർ കവറിങ് അങ്ങ് പൊട്ടിത്തെറിക്കുമ്പോൾ സീഡ് എന്ത് ചെയ്യും, മറ്റ് സ്ഥലങ്ങളിൽ പോയി വീഴുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എക്സാമ്പിളാണ് റബ്ബറിൻ്റെത്, അതേപോലെ തന്നെ ലേഡീസ് ഫിംഗർ, വെണ്ടൻ്റെതൊക്കെ കുറച്ച് നന്നായിട്ട് പാകമാവുമ്പോൾ അവരെന്ത് ചെയ്യും, പൊട്ടി അങ്ങ് തെറിക്കും. അതുകൊണ്ട് ആ സീഡ് മറ്റെവിടെയെങ്കിലും പോയി വീഴുമ്പോൾ അവിടെ അങ്ങ് പുതിയ പ്ലാന്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് അങ്ങനത്തെ ചില പ്ലാന്റ്സിൻ്റെ പേര് പറയാനാണ് പറഞ്ഞത്. നമുക്ക് റബ്ബർ പറയാം, ലേഡീസ് ഫിംഗർ പറയാം, അതേപോലെ തന്നെ ഇംപാറ്റിയൻ സീഡ്. ഇംപാറ്റിയൻ സീഡ് പല ആൾക്കാരുടെ വീട്ടിലുണ്ടാകും ഈ ഒരു ചെടി എന്ന് പറയുന്നത്. ഇതിൻ്റെ സീഡ് കണ്ടില്ലേ, അപ്പോൾ ഇതേപോലെ നമ്മൾ തൊട്ടാൽ പെട്ടെന്ന് അങ്ങ് പൊട്ടി അങ്ങ് തെറിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇംപാറ്റിയൻ സീഡ് എന്ന് പറയുന്നത്. അതേപോലെ ആ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ബൽസം, അതും എന്താണ്, ഒരു ടൈപ്പ് ഫ്ലവറാണ്. അപ്പോൾ അതിൻ്റെ സീഡും ഇതേപോലെ തൊട്ടാൽ പൊട്ടി തെറിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് സീഡ് ഡിസ്പേഴ്സലിനെ കുറിച്ചാണ്. പല പ്ലാന്റ്സിൽ നടക്കുന്ന വിത്ത് വിതരണം എങ്ങനെയാണ്, വിത്ത് മറ്റൊരു സ്ഥലത്ത് എത്തിപ്പെടുന്നത് എങ്ങനെയാണ്, അതിപ്പോൾ എഡിബിൾ പ്ലാന്റിലാണെങ്കിലും എഡിബിൾ ഫ്രൂട്ടിലാണെങ്കിലും നോൺ എഡിബിൾ ഫ്രൂട്ടിലാണെങ്കിലും, കഴിക്കാൻ പറ്റാത്ത പിന്നെ ഫ്രൂട്ടിലാണെങ്കിലും നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ടിലാണെങ്കിലും എങ്ങനെയാണ് സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഫില്ല് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതേപോലെ ഇത് എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ഒരു പാർട്ടാണ്, ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതി വെക്കുക. ഓക്കെ, ഒബ്സർവ് യുവർ സറൗണ്ടിങ്, ഫൈൻഡ് ഔട്ട് ദ മെത്തേഡ് ഓഫ് സീഡ് ഡിസ്പേഴ്സൽ ഇൻ ഡിഫറെൻറ്റ് പ്ലാന്റ്സ്, റൈറ്റ് ദം ഡൗൺ. അതായത് സീഡ് ഡിസ്പേഴ്സൽ ഡിഫറെൻറ്റ് മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് എഴുതുക, അതേപോലെ തന്നെ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ താഴെ എഴുതാനാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ ഇതുവരെ പഠിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ടേബിൾ മാത്രം ഒന്ന് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് മാത്രം ഒന്ന് നിങ്ങൾ നോക്കി വെച്ചാൽ മതി. നിങ്ങൾ ഇത് നോട്ടിലേക്ക് എഴുതിയെടുക്കുക. നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ ഈ ഒരു ചെറിയൊരു ടേബിളിൽ തന്നെ എല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട്. ഒന്നാമത് മോഡ് ഓഫ് സീഡ് ഡിസ്പേഴ്സലാണ്, അതായത് ഏതിലൂടെയൊക്കെയാണ് സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നത് എന്നുള്ളത്. രണ്ടാമത്തത് പ്ലാന്റ്, ഏതൊക്കെ പ്ലാന്റ്, അതായത് ഈ ഒരു സീഡ് ഡിസ്പേഴ്സലിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഏതൊക്കെ ചെടികൾ എന്നുള്ളത്. പിന്നെ അഡാപ്റ്റേഷൻ, അനുകൂലങ്ങളാണ്.
അപ്പോൾ ആദ്യത്തെ നോക്കിക്കേ, ത്രൂ വിൻഡ്, കാറ്റിലൂടെ നടക്കുന്ന സീഡ് ഡിസ്പേഴ്സലാണ് ആദ്യത്തേത് പറയുന്നത്. അത് ഏതൊക്കെ ചെടിയിലായിരുന്നു നടക്കുന്നത്? മിൽക്ക് വീഡ് പാപ്പസ്, അതായത് അപ്പൂപ്പൻ താടിയിൽ. പിന്നെ ഡാൻഡലിയോൺ എന്നൊക്കെ പറഞ്ഞാൽ അപ്പൂപ്പൻ താടി പോലെ തന്നെ നമ്മളുടെ പറമ്പിലൊക്കെ കാണപ്പെടുന്ന ഒരു തരം ചെടിയുണ്ട്, നമുക്ക് ഇതേപോലെ ഊതാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു ചെടിൻ്റെ പേരാണ് ഡാൻഡലിയോൺ. പിന്നെ മഹാഗണി. അപ്പോൾ അതൊക്കെ എന്താണ്? ഇതേപോലെ കാറ്റിലൂടെയാണ് സീഡ് ഡിസ്പേഴ്സൽ നടത്തുന്നത്, പിന്നെ എന്താണ്, വിത്ത് വിതരണം നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ അഡാപ്റ്റേഷൻ, അനുകൂലങ്ങൾ എന്തൊക്കെയാണ്? അതിന് ലൈറ്റ് വെയിറ്റ് ആണ്, അതേപോലെ ഹെയർ ലൈക്ക് പാർട്ട് ടു ഫ്ലൈ. ഇതാണ് ഇങ്ങനത്തെ വിത്തുകൾക്കൊക്കെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്താണ്? സീഡിന് വളരെ കുറഞ്ഞ ഭാരമാണുള്ളത്, അതേപോലെ തന്നെ അതിനെന്തുണ്ട്, പറക്കാനുള്ള ആ ഒരു എയർ ലൈക്ക് ടൈപ്പ് ഉണ്ട്, മുടി പോലത്തെ ഒരു ചെറിയൊരു ഭാഗം ഇങ്ങനത്തെ വിത്തുകൾക്കുണ്ട്. ഇനി രണ്ടാമത്തതാണ് ത്രൂ വാട്ടർ, വെള്ളത്തിലൂടെ സീഡ് ഡിസ്പേഴ്സൽ നടത്തുന്ന പ്ലാന്റ്സ് ആണ് കോക്കനട്ട്, ലോട്ടസ്, താമര, പിന്നെ വാട്ടർ ലില്ലിയൊക്കെ. പിന്നെ അതിൻ്റെ അഡാപ്റ്റേഷൻ എന്തൊക്കെയാണ്? ദേ ഡോണ്ട് റോട്ട് വെൻ ദേ ആർ ഇൻ വാട്ടർ ഫോർ ഫ്യൂ ഡേയ്സ്. ഇനി കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ വെള്ളത്തിൽ നിന്നാലും അവരുടെ ആ ഒരു സീഡ് എന്താവുന്നില്ല, ചീഞ്ഞു പോകുന്നില്ല. അതേപോലെ ഫ്ലോട്ട് ഓൺ വാട്ടർ, അവർക്ക് വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കാനുള്ളൊരു കഴിവും കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇവർ വെള്ളത്തിലൂടെ സീഡ് ഡിസ്പേഴ്സൽ നടത്തുന്നത്. പിന്നെ മൂന്നാമത്തതാണ് ബേസ്റ്റിംഗ്, പൊട്ടിത്തെറിച്ചുകൊണ്ട്. ഏതൊക്കെ പ്ലാന്റാണ് അതിൽ വരുന്നത്? റബ്ബറുണ്ട്, ലേഡീസ് ഫിംഗർ, വെണ്ടുണ്ട്, ഇമ്പാറ്റിയൻസ് ഞാൻ നേരത്തെ കാണിച്ചു, ആ ഒരു ചെടിയുണ്ട്. പിന്നെ ബൽസം. അപ്പോൾ ഇത്രയും ചെടികളാണ് ഉള്ളത്. അതിൻ്റെ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ദേ ഹാവ് പോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ റബ്ബറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഒരു കൂടിൻ്റെ ഉള്ളിലാണ്, അത് പൊട്ടിത്തെറിച്ചാണ് സീഡ് പുറത്തേക്ക് വരുന്നത്. അതേപോലെ പിന്നെ നമ്മളുടെ ബീൻസൊക്കെ ഒരു ചെറിയൊരു കൂടിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ വിത്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? പോഡ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എനിമൽസ് ആൻഡ് ബേർഡ്സ്. എനിമൽസിലൂടെയും ബേർഡ്സിലൂടെയൊക്കെ ഇതേപോലെ സീഡ് ഡിസ്പേഴ്സൽ നടത്തുന്നത് പ്ലാന്റ്സ് ആണ്. ഗോവ എന്താണ്? പേരക്ക, റംബൂട്ടാൻ, മാംഗോ. പിന്നെ നിങ്ങൾക്ക് അറിയുന്നതൊക്കെ അവിടെ എഴുതാം. ജാക്ക് ഫ്രൂട്ട്, ചക്ക, അല്ലേ? ചക്കൻ്റെ സീഡൊക്കെ തന്നെ ഇതേപോലെ എനിമൽസിലൂടെയും ബേർഡ്സിലൂടെയൊക്കെ തന്നെ സീഡ് ഡിസ്പേഴ്സൽ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നെ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് സ്വീറ്റ്നെസ്, നല്ല മധുരമുള്ളതാണ്. അതേപോലെ ഫ്രാഗ്രൻസ്, നല്ല സ്മെല്ലാണ്. ചക്ക പഴുത്താലൊക്കെ നല്ല സ്മെല്ലാണ്. അപ്പോൾ അതൊക്കെ ഈ ഒരു ബേർഡ്സിനൊക്കെ ആകർഷിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫ്ലഷി പാർട്ട്, കളറൊക്കെയാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്ന അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ ആണ് ഹ്യൂമൻ, മനുഷ്യരിലൂടെ ഈ ചില സീഡുകൾ പിന്നെ ഡിസ്പേഴ്സ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഷാഫ്ലവർ, ലവ് ഗ്രാസ് ഒക്കെ. അപ്പോൾ അതിൻ്റെ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ദേ ഹാവ് സ്റ്റിക്കി പാർട്ട്. അപ്പോൾ അവർക്ക് നമ്മളുടെ ഈ ഒരു ക്ലോത്തിലൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് അല്ലെങ്കിൽ പറ്റി പിടിച്ച് നിൽക്കാനുള്ള ആ ഒരു പാർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നമ്മളുടെ ഷൂവിലും പിന്നെ പാൻറ്റിലൊക്കെ പറ്റി പിടിച്ച് നിൽക്കും. അപ്പോൾ നമ്മൾ പോകുന്ന എവിടെയാണോ അവിടെ പോയിട്ട് അതെന്ത് ചെയ്യും? അവിടെ പോയി വളരാൻ തുടങ്ങും. അപ്പോൾ ഞാൻ ഇത് വീണ്ടും പറയാണ്, ഈ ഒരു ടേബിൾ നന്നായിട്ട് പഠിച്ചിരിക്കുക, എന്തായാലും എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. ഇനി ലാസ്റ്റ് ഒരു പാർട്ടാണ് വാട്ട് ആർ ദ അതർ യൂസസ് ഓഫ് സീഡിൻ്റെ മറ്റു ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? അത് സിമ്പിളായിട്ട് ജസ്റ്റ് ഈ ക്രാഫ്റ്റൊക്കെ, സീഡ് ഉപയോഗിച്ചിട്ട് ക്രാഫ്റ്റൊക്കെ നമുക്ക് ഇതേപോലെ നിർമ്മിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് മെയിനായിട്ട് പഠിച്ചത് ആ ഒരു ടേബിളാണ്. അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കുക. ഇനി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്